പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം പറയുകയാണ് സമയമായി. But the end of all things is at hand. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളൊന്ന് സീരിയസ് ആയിരിക്കണം, നിങ്ങളൊന്ന് വാച്ച്ഫുൾ ആയിരിക്കണം, നിങ്ങൾ പ്രേയർഫുൾ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മാറ്റത്തിൻ്റെ സമയമായി, മാറ്റത്തിൻ്റെ സമയമായി. കാരണം നമ്മൾ മനസ്സിലാക്കാം, നമ്മൾക്ക് എങ്ങനെയാണ് നമുക്കൊരു ആത്മധൈര്യം കിട്ടുക? നമ്മളെ ഈ മാറ്റത്തിൽ നിന്ന്, ഈ എന്നാ പറയുന്നത്, ഈ പാപത്തിൽ നിന്നും ഒക്കെ നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രത്യാശ എന്തിലായിരിക്കണം? നമ്മൾ എന്തിലാണ് നമ്മളുടെ വിജയമുള്ളത്? നമ്മൾ എന്തിലാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുക നമ്മളുടെ ജീവന് വേണ്ടി? ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനത്തിൽ 16-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. For I am not ashamed of the gospel of Christ, for it is the power of God unto salvation. First for the Jew and then for the Greek, those who believe. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ വിജാതിയർക്കും. അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ത്? സുവിശേഷം. അതിനെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറ, ലജ്ജിക്കുന്നില്ല. Because it is the power of God unto salvation. പിന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പവർ ഓഫ് ഗോഡ് ആകുന്നത്? 17-ാമത്തെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിക്കുക, 16-ഉം 17-ഉം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ആ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ ആ ശക്തി പ്രവർത്തിക്കും. The power will be released when you obey the word of God. കാരണം എന്താണ്? അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. അവിടെ ഒരു ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ വചനത്തില്. അങ്ങനെ വെളിപ്പെടുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയുവാൻ പറ്റും. ആ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയുമായിട്ട് ഒരു സ്നേഹബന്ധം പുലർത്താനും പറ്റും. അങ്ങനെ ആ വ്യക്തിയെ എനിക്ക് അറിയാമെന്ന് എനിക്ക് പറയുവാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ എന്ന് പറയുന്നതിനെ ആ വ്യക്തിയെ അറിയുകയാണ്. യോഹന്നാന്റെ ലേഖനം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത് നിത്യജീവൻ എന്നത് എന്താണ്? ഏക സത്യ ദൈവത്തെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ അവനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ളത് എവിടെയാണ് ഇരിക്കുന്നത്? സുവിശേഷത്തിലാണ്. ആ സുവിശേഷത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ ആ സുവിശേഷം എനിക്ക് വെളിപ്പെടുത്തി കിട്ടും. അത് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ ആ സുവിശേഷമാകുന്ന യേശുവിനെ എനിക്ക് അറിയുവാൻ പറ്റും. ആ അറിയുവാൻ പറ്റുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു മതമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന ഒരു ബന്ധമാണ്. ആ ദൈവമാകുന്ന നിത്യജീവനാകുന്ന ദൈവവുമായിട്ടൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു ക്രിസ്തീയ മതമോ ഒരു ക്രിസ്തീയ വിഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ യേശു ക്രിസ്തുവാകുന്ന രക്ഷകനെ കുറിച്ചാണ് പറയുന്നത്. ആ യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന ആർക്കും ഒരു ഇടർച്ചയ്ക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു മതത്തിൽ നിന്ന് മറ്റേ മതത്തിലോട്ട് പോകുവാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച വചനമാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ആ ക്രിസ്തു ജീവനാണ്, ആ ക്രിസ്തു വഴിയാണ്, ആ ക്രിസ്തു സത്യമാണ്. ആ ക്രിസ്തു വഴിയാണ് നമ്മൾക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ പറ്റുക. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, പലവരും പറയും ഒരു കാര്യം, എല്ലാം ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഇത് അവരുടെ വിശ്വാസമാണ്, അല്ലേ? പല വ്യക്തികളോടും ദൈവത്തിൻ്റെ വചനം, സത്യവചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെന്ത് പറയും? ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു പറയും ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നുന്നത് ആ പറയുന്നതിൽ വലിയ തെറ്റുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഏത് വിഭാഗത്തിലുള്ള വ്യക്തികളുടെയും സുവിശേഷ പുസ്തകം നോക്കുകയാണെങ്കിൽ വചനമൊക്കെ സെയിമാണ്. ഇംഗ്ലീഷിലുള്ള കുറച്ച് ട്രാൻസ്ലേഷൻ്റെയൊക്കെ വ്യത്യാസമെന്നല്ലാതെ അതിൻ്റെ സത്തിൽ വ്യത്യാസമൊന്നും ഇല്ല. ഞാൻ യഹോവ സാക്ഷികളുടെ ബൈബിളിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് സാധാരണ വിഭാഗങ്ങൾ, കത്തോലിക്ക ആയിക്കോട്ടെ, മാർത്തോമ, CSI, പെൻറ്റക്കോസ്റ്റൽ, ഇവാഞ്ചലിക്കൽ, ആരുടെയും ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം സെയിമാണ്.
ഇപ്പോൾ ഗുഡ് ന്യൂസ് ബൈബിൾ എന്ന് പറയുന്നത് സാധാരണ കാത്തലിക്സിൻ്റെ ബൈബിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും ഒരു പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളാണ്. അതിന് സത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിനകത്ത് കാത്തലിക് ബുക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഗുഡ് ന്യൂസ് ബൈബിൾ. അപ്പോൾ ഏത് ബൈബിൾ നോക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് വലിയ വ്യത്യാസമില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വാക്കുകൾ ഉപയോഗിച്ചാലും ചിലക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ ദ എസൻസ് ഇസ് ദ സെയിം. അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് ഇത് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് അല്ലേ, വേറെ വ്യക്തി പറയുകയാണ് ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. രണ്ടും പൊരുത്തപ്പെടാത്ത തരത്തിലുള്ള വിശ്വാസങ്ങൾ. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സ്നാനം. ചില വ്യക്തികളോട് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പോൾ മറ്റു വ്യക്തികൾ പറയും നിങ്ങളുടെ വിശ്വാസം അത് ശരിയല്ല, ഇതാണ് ശരിയായ വിശ്വാസം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് റോമർക്ക് ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വിശ്വാസം എങ്ങനെയാണ്? കേൾവി വഴി. ആൻഡ് കേൾവി എന്ത് കേൾവിയാണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി. അപ്പോൾ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ വേർഡ് ഓഫ് ഗോഡ് വ്യത്യാസമില്ലെങ്കിൽ കേൾക്കുന്നതും ഒന്നായിരിക്കണ്ടേ? ഹലോ, കേൾക്കുന്നതും ഒന്നായിരിക്കണമല്ലോ. അപ്പോൾ മനുഷ്യൻ പറയുന്നത് ഇത് എൻ്റെ വിശ്വാസമാണ്, ഇത് മറ്റൊരു പറയുന്നത് ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. Is it surrounded by the word of God? Is it encompassed in the word of God? അല്ലാതെ ഇത് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ വിശ്വാസം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു വചനമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസം രണ്ടാകാൻ പറ്റുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? See, I am saying my faith comes by hearing and my faith comes by hearing of the word of God. വേറൊരു സഭയിലെ അംഗത്തിനോടും അതേ തന്നെ പറയുക. അയാളും പറയും മൈ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ സെയിം വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള വിശ്വാസം ഉണ്ടാകുക? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പോൾ അവിടെ മനുഷ്യൻ വചനം വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ആ തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വചനം മനുഷ്യന് വ്യാഖ്യാനിക്കാനുള്ളതല്ല. അത് ആർക്ക് വ്യാഖ്യാനിക്കാനുള്ളതാണ്? പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കാനുള്ളതാണ്. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ തെറ്റായ പ്രബോധനത്തിൽ, കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് 2 തിമോത്തി 3-ാമത്തെ അധ്യായം 16-17 വചനങ്ങൾ പറയുന്നുണ്ട്. ഓൾ സ്ക്രിപ്ചർ ഈസ് സ്പിരിറ്റ് ബ്രീത്ഡ്. ഇറ്റ് ഈസ് ഗിവൺ ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, for correction, for instruction in righteous living, so that the man of God may be complete in all respects for good works. No, I just read. കാരണം രണ്ട് വചനമില്ല പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വചനമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വേറെ ഒരു ക്രിസ്തുവിനെ നിങ്ങൾ പ്രസംഗിച്ച് കേൾക്കുകയാണെങ്കിൽ അല്ല വേറെ പ്രസംഗിക്കുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് വായിച്ചേ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വിവേകമുള്ള ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? ആര് എന്ത് പറഞ്ഞാലും ആ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ ആ സ്ഥലത്തെ ആൾക്കാർ തിരികെ പോയി ആ പറഞ്ഞതൊക്കെ വചനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു. കാരണം എന്താണ്? എൻ്റെ വിശ്വാസം മനുഷ്യൻ സംസാരിക്കുന്നതോ വ്യാഖ്യാനിക്കുന്നതോ പോലെ ആയിരിക്കരുത്. അതിനുപരി എൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ ആയിരിക്കണം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഹിയറിംഗ്, ബട്ട് ഹിയറിംഗ് ഓഫ് ദ ട്രൂ വേർഡ് ഓഫ് ഗോഡ്, ഹിയറിംഗ് ദ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യം ഇതാണ്. മനുഷ്യൻ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് and hearing of the word of God. ആ hearing of the word of God ന് പകരം hearing of the interpretation of man of the word of God, hearing of the laws given by man of God, hearing of the
ട്രഡീഷൻസ് ഗിവൺ ബൈ മാൻ ഓഫ് ഗോഡ്. അങ്ങനെ മനുഷ്യൻ്റെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിയമങ്ങളും ഒക്കെ കേട്ടിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസം ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള വിശ്വാസമല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമുള്ള വിശ്വാസമായിരിക്കണം. ഇന്ന് മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് വചനവും കുറച്ച് പാരമ്പര്യവും കുറച്ച് നിയമങ്ങളും കുറച്ച് ആചാരവും കുറച്ച് അനുഷ്ഠാനവും കുറച്ച് അഭിപ്രായവും കുറച്ച് ഫീലിങ്സ് എന്താ പറയുന്നത്, തോന്നലുകൾ, ഇതെല്ലാമാണ് ഒരടിസ്ഥാനം. അതിൻ്റെ മുകളിലാണ് അവരുടെ വിശ്വാസം സ്ഥാപിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ മണലെ പണിത വീട് പോലെയായിരിക്കും. കാറ്റ് വരും, വെള്ളം വരും, അതിൻ്റെ മറിച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ അധപ്പതനം വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ആണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം. This is a source of our faith, because God's word says faith comes by hearing, and hearing of the word of God. Faith does not come by tradition. Faith does not come by rules and regulations. Faith does not come by rites and rituals. Faith comes by the word of God. And without faith, it is impossible to please God. അപ്പോൾ നിങ്ങളുടെ നിയമമനുസരണം, നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ പാരമ്പര്യമൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. ഇതൊന്നും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾക്കൊരു വ്യത്യാസം, ഒരു മാറ്റം വരുന്ന ദിവസമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കാനല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ആത്മാവിന് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കാരണം റോമർ ലേഖനം 10-ാം 17-ാമത്തെ വചനം ആംപ്ലിഫൈഡ് വേർഷനിൽ I'll just read it out to you. So faith comes by hearing what is told, and what is heard comes by the preaching of the message that came from the lips of Jesus Christ, the Messiah. Hallelujah. എന്നാണ് ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത്. ഐ റീഡ് ഇറ്റ് ഓൾ വൺസ് മോർ ഫോർ പീപ്പിൾ ഹു ആർ ഈ നിയമത്തെ മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ചില സഭയിലെ വലിയ അധികാരത്തിലുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് അതുകൊണ്ട് അതാണ് ശരിയെന്ന് മുറുകെ പിടിക്കുന്നവരോട് വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്. സോ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് വാട്ട് ഇസ് ടോൾഡ്, ആൻഡ് വാട്ട് ഇസ് ഹേർഡ് കംസ് ബൈ ദ പ്രീച്ചിങ് ഓഫ് ദ മെസ്സേജ് ദാറ്റ് കെയിം ഫ്രം ദ ലിപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ മെസ്സായ ഹിംസെൽഫ്. ഹല്ലേലൂയ. മെസ്സായ ഹിംസെൽഫ് ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം റോമരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 2-3 വചനങ്ങൾ പറയുന്നുണ്ട്. The scriptures is given to you by the prophets, and it is concerning the Son of God. No, I just read Romans 2-3. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവാണ് ജീവൻ തരുന്നത്. അവനാണ് ജീവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളുടെ വിശ്വാസം ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചില വ്യക്തികൾ പറയുന്നുണ്ട്, ചില എന്നാ പറയുന്നത്, ഒരു ഡോക്ടറിനായിട്ട് പഠിപ്പിക്കുന്നതാണ്, വചനം മാത്രം പോരാ, അതിൻ്റെ പുറമെ നിയമം വേണം, ആചാരം വേണം, അനുഷ്ഠാനം വേണം, പാരമ്പര്യം വേണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്ന ആയ അവിയലാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ അവിയൽ വഴിയൊന്നും കയറാൻ പറ്റുകയില്ല. അവിടെ കയറാൻ പറ്റുന്നത് ജീവന്റെ വചനം വഴി മാത്രം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കി, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ദൈവത്തിന്റെ വചനം വെളിപാട് ദിവസം 19-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവന്റെ നാമം ദൈവ വചനമാണ്. അപ്പോൾ ജീവൻ എവിടെയാണ്? ജീവന്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിന്റെ വചനത്തിലാണ്. ദൈവത്തിന്റെ വചനത്തിലാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ. യേശു ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനമാണ് ജീവൻ തരുന്നത്. കാരണം
നേരത്തെ നമ്മൾ റോമാർക്കുള്ള ലേഖനത്തിൽ കേട്ടു, ഐ ആം നോട്ട് ashamed of the gospel of Christ because it is the power of God unto salvation. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമുക്കറിയാം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, he upholds all things by the word of his power. അപ്പോൾ അവൻ്റെ ശക്തി എവിടെയാണ്? അവൻ്റെ വചനത്തിലാണ്. അവൻ്റെ ശക്തി എവിടെയാണ്? അവൻ്റെ വചനത്തിലാണ്. ആ ശക്തിയാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത്, എന്നെ നിങ്ങളെയും രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശക്തിയാണ്. It is a power of God unto salvation. ഏത് സാത്താനും ഏത് ഒരു സ്ഥാപനത്തിനും അതിൻ്റെ എതിരെ വരാൻ പറ്റുകയില്ല. ബസ് അതിന് മുകളിലൊക്കെ ദൈവം യേശു ക്രിസ്തു ആധിപത്യം എടുത്തു കഴിഞ്ഞു. He has destroyed the works of the devil എന്നാണ് 1 യോഹന്നാൻ 3:8 പറയുന്നത്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ്. വൺസ് ആൻഡ് ഫോർ ഓൾ, വൺസ് ആൻഡ് ഫോർ ഓൾ, വൺസ് ആൻഡ് ഫോർ ഓൾ. അവൻ ആ കുരിശേല്, കാൽവരി കുരിശേല് 2007 വർഷം മുമ്പ് ഒരു ബലിയർപ്പണമുണ്ടായി. ആ ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് സാത്താനും അവന്റെ എല്ലാ ശക്തികളുടെ മുകളിലും ആധിപത്യം കിട്ടി. ഇനി ബലിയർപ്പണത്തിന്റെ ആവശ്യമില്ല. എന്താണ്? ബലിയർപ്പണത്തിന്റെ ആവശ്യമില്ല. യേശു ക്രിസ്തു വൺസ് ആൻഡ് ഫോർ ഓൾ, he was a sacrificial lamb. ഒരിക്കൽ, വൺസ് ആൻഡ് ഫോർ ഓൾ, വൺസ് ആൻഡ് ഫോർ ഓൾ, ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി. ഇനി ബലിയർപ്പണത്തിന് സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, but even if our gospel is veiled, it is veiled to those who are perishing. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഞാൻ പറയുന്നതുമായിട്ട് നിങ്ങൾ യോജിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വചനമായിട്ട് യോജിച്ചാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വചനം കേട്ടാൽ മതി. ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ സ്വന്തമല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിന്റെ ദേവൻ. അത് കാരണം എന്താണ്? ആ സുവിശേഷം ഇല്ലാതെ നിങ്ങൾക്ക് ജീവനില്ല. സുവിശേഷമില്ലാതെ ജീവനില്ല. അപ്പം you cannot separate life and the gospel of Christ. The scriptures, they are one and the same. ഒരു നാണയത്തിന്റെ 2 സൈഡ് പോലെയാണ് ജീവനും സുവിശേഷവും. ഹല്ലേലൂയ. 4-ാമത്തെ വചനം വായിച്ചേ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. അവർ നല്ല വ്യക്തികളാണ്, അവർ അയൽക്കാരെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്, അയൽക്കാർക്ക് നല്ല നന്മകൾ ചെയ്യുന്ന വ്യക്തികളാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഏതാണ് രക്ഷയുടെ മാർഗം എന്നുള്ളത് ഈ ലോകത്തെ ദേവൻ അവരെ അന്ധമാക്കിയിരിക്കുകയാണ്. അവരുടെ ആത്മീയ നേത്രങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. വായിച്ചേ. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം, മഹത്വമേറിയ, ഓ ഹല്ലേലൂയ, വായിക്ക്, അവർക്ക് ദൃശ്യമല്ല. I'll just read the English. Whose minds the God of this age has blinded, this age, who do not believe in the gospel, lest the light of the gospel of the glory of Christ, who is the image of God, should shine upon them. ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായ പ്രകാശം, ആ വെളിച്ചം അവരുടെ മുകളിൽ വരുമെന്നുള്ള ആ പേടിയാണ്, സാത്താന് പേടിയാണ്. അതുകൊണ്ട് വചനം നിഗൂഢമായി വെച്ചിരിക്കുക. അവരുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു മൂടുപടം ഇട്ടിരിക്കുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്ന ആ ലോകം is a crooked and perverse world. You're living among a crooked and perverse generation, that you may become blameless and harmless children of God, without fault in the midst of a crooked and perverse generation, among whom you shine as lights in the world. ഒന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിലാണ് ജീവിക്കുന്നത്. കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. So you are living in a crooked and a perverse generation, but you need the light of the gospel of Christ to shine, because Jesus says, I am the light of the world. ഞാൻ ഈ ലോകത്തിന്റെ
പ്രകാശമാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രകാശം നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ഇറ്റ് ഈസ് ദ ഇമേജ്, ഇറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പിന്നെ നമുക്കറിയാം, ആ പ്രകാശമാകുന്ന ദൂതനായിട്ടും ഏഞ്ചൽ ഓഫ് ലൈറ്റായിട്ട് 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 14-15 വചനങ്ങൾ, സാത്താനും ചില വേഷം കെട്ടങ്ങളുണ്ട്. ഒരു വേഷം കിട്ടും. ഹലോ, നമുക്കറിയാമല്ലോ, ഡ്രാമയിലും സിനിമയിലുമൊക്കെ വേഷം കെട്ടുകയല്ലേ? ഹലോ, ആണ് പെണ്ണായിട്ട് വേഷം കെട്ടും, പെണ്ണ് ആണായിട്ട് വേഷം കെട്ടും, അല്ലേ? അങ്ങനെ പല വേഷം കെട്ടുകളുണ്ട്. ഒരു വേഷം കെട്ടിനെ കുറിച്ച് പറയുകയാണ്, വായിച്ചേ. അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതൻ വേഷം കെട്ടാറുണ്ടല്ലോ. അപ്പോൾ ദേവദൂതനെ കണ്ട ഉടനെ എന്ത് ചെയ്യും? നിലത്ത് വീണ് അവനെ ആരാധിക്കും, അല്ലേ? ഇന്ന് ദേവദൂതന്മാരെയും ആരാധിക്കുന്ന കാലമാണ്. ചിലയിടങ്ങളിൽ പെരുന്നാളുകളുണ്ട്, ദേവദൂതന്മാർക്ക് വേണ്ടി പെരുന്നാളുകളുണ്ട്. നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിലാണല്ലേ, ദേവദൂതൻ്റെ മുമ്പിൽ യോഹന്നാൻ കിടന്നപ്പോൾ പറഞ്ഞു, അയ്യോ അയ്യോ ഇത് ചെയ്യരുതേ, അല്ലേ? ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ആ ദേവദൂതൻ പല വേഷങ്ങളിൽ വരും. വേഷം കെട്ടെന്ന് പറഞ്ഞാൽ ഡ്രാമയ്ക്ക് പല വേഷങ്ങൾ ഇടുകയില്ലേ? വലിയ സ്ഥാനത്തിലുള്ള വ്യക്തികളുടെ വേഷമിടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ പിടിയുള്ള വ്യക്തികളായിട്ട്. നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുടെ രൂപത്തിൽ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുള്ള വ്യക്തികളുടെ വേഷത്തിൽ വരും. അവന് കെട്ടാൻ പറ്റാത്ത വേഷമില്ല, എല്ലാ വേഷവും കിട്ടും. ഹലോ, അങ്ങനെ വേഷം കെട്ടിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തികളോട് അവൻ എന്ത് വന്ന് പറയും? സത്യവചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃപ കുറച്ച് വന്നിട്ട് ആ സത്യവചനത്തെക്കുറിച്ച് അവന് ചെറിയൊരു ആലോചന അല്ലെ ചെറിയൊരു താല്പര്യം ഉണ്ടാകുമ്പോൾ ഈ വേഷം കെട്ടിയ സാത്താൻ എന്ത് പറയും? അത് കേൾക്കരുത്, അത് കേൾക്കരുത്, അവരെ പോയി കാണരുത്, അവർ അച്ചടിക്കുന്നത് വായിക്കരുത്, ഹലോ, അവർ പറയുന്നതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഹലോ, എന്താണ്? കേൾക്കരുത്, കാണരുത്, സംസാരിക്കരുത്, വായിക്കരുത്. നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണുമല്ലോ, നിങ്ങൾ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് അവർ വിഷയം മാറ്റിക്കളയും, അല്ലേ? കാരണം അവിടെ ലെസ് ദ ഗോസ്പൽ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് മൈറ്റ് ഷൈൻ ഓൺ ദം. കാരണം ദൈവത്തിൻ്റെ വചനം അവിടെ ഒന്ന് ഷൈൻ ചെയ്താൽ ആ അന്ധകാരം പോകും. അപ്പം സാത്താൻ എന്താണ്? ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിച്ചം അവിടെ ഷൈൻ ചെയ്യാതെ ഇരിക്കാനായിട്ട് അവൻ ഒരു ബന്ധനമുണ്ടാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വിഷയം മാറ്റിക്കളയാം. അവർ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ അവർ കാണുകയില്ല, അല്ലെങ്കിൽ അവർ വായിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് അന്ധകാരത്തിൻ്റെ പ്രവർത്തനമാണ്. എത്ര വ്യക്തികൾ നമുക്കറിയാം, ഒരു ദിവസം വന്നിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും. പക്ഷെ അതിനുള്ള അവസരം സാത്താൻ കൊടുക്കുന്നില്ല. എന്താണ്? അവസരം കൊടുക്കുന്നില്ല. അവർ നല്ല വ്യക്തികളാണ്. ദൈവത്തിൻ്റെ ആ വെളിച്ചം അവരുടെ വചനത്തിൻ്റെ ആ വെളിച്ചം അവരുടെ മുകളിൽ ഷൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആ വെളിച്ചം ഷൈൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയില്ല. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അന്ധകാരത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യൻ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയുക. വചനത്തിന് നിങ്ങളൊരു ചാൻസ് കൊടുക്കുക. Give the word of God a chance to change your life. To change your life. Just listen to his word. Read his word. Obey his word. അവൻ്റെ വചനം വായിക്കുക, അവൻ്റെ വചനം കേൾക്കുക, അവൻ്റെ വചനം ഒന്ന് അനുസരിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവനുണ്ടാവും, നിങ്ങളുടെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ടാവും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധനത്തിലാണ്. ആ ബന്ധനം എങ്ങനെയാണ്? വചനം നമ്മളുടെ അടുക്ക വരാൻ സമ്മതിക്കുന്നില്ല. കാരണം വചനം വന്നാൽ നിങ്ങൾ വ്യത്യാസം ഉണ്ടാവും, 100% വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവൻ ചെയ്യുന്നതാണ് വചനം അടുപ്പിക്കുകയില്ല. പല വ്യക്തികളുണ്ടല്ലോ, ഇപ്പം ചില ബ്രോക്കർമാരാണെങ്കിൽ ഒരാൾക്ക് സ്ഥലം വിൽക്കണം, മറ്റേ ആൾക്ക് സ്ഥലം വാങ്ങിക്കണം. ഇവരെ തമ്മിൽ അടുപ്പിക്കുകയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇവന് കളിക്കണം, ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കണം. ഹലോ, രക്ഷയ്ക്കും ബ്രോക്കർമാരുണ്ട്. ഹലോ, രക്ഷയ്ക്ക് ബ്രോക്കർമാരുണ്ട്. അവരിതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുക. പ്രിയപ്പെട്ടവരെ, ചില അഡ്വർടൈസ്മെൻറ്റ് കാണുമല്ലോ, ബ്രോക്കേഴ്സ് പ്ലീസ് എക്സ്ക്യൂസ്, അല്ലേ? അല്ലേ, ചില ഈ റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയുടെ അഡ്വർടൈസ്മെന്റ് കാണുമല്ലോ, ബ്രോക്കേഴ്സ് എക്സ്ക്യൂസ്. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഇസ് ടൈം, സമയമായി നമ്മൾ പറയേണ്ടതാണ്, എൻ്റെ രക്ഷയ്ക്ക് നോ ബ്രോക്കേഴ്സ് പ്ലീസ്.
ഒന്ന് പറഞ്ഞേ, എൻ്റെ രക്ഷയ്ക്ക് നോ ബ്രോക്കേഴ്സ്. ഹല്ലേലൂയ. എനിക്ക് രക്ഷകനെ സ്വന്തമായിട്ട് അറിയണം. ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ രക്ഷിക്കാൻ വരുന്ന ആരാണെന്ന് എനിക്ക് അറിയണം. ഹല്ലേലൂയ. സമയമായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാക്കേണ്ട സമയമായി. അല്ല, നമ്മൾ വേറെ ആരെയും ഒരു പാസ്റ്ററെ പോലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. അവനാണ് രക്ഷകൻ. അവനാണ്. ഒരാളെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരാളെയും. യേശു ക്രിസ്തു ആകുന്ന രക്ഷകനെ മാത്രം നിങ്ങൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ യേശു ക്രിസ്തു അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ന് അന്ധകാരത്തിലാണെങ്കിൽ യേശു ക്രിസ്തു വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ ഇപ്പോൾ നിങ്ങളെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിക്കുവാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത്, ആ ധൂർത്തപുത്രനെ പോലെ ഒരു തീരുമാനമെടുത്ത്, ഇന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ് എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഇന്ന് തന്നെ, ആ നിമിഷം തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം നിങ്ങൾ അന്ധകാരത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒന്നായിരുന്നു. നിങ്ങൾ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ വേറൊരവസ്ഥയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് 10-ാമത്തെ അധ്യായം 1 പത്രോസ് 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സംഭവിക്കുന്ന എന്താണ്? നിങ്ങൾ ആദ്യം ഒരു ജനമല്ലായിരുന്നു, ഇപ്പോൾ ഒരു ജനമാകുകയാണ്. ആദ്യം നിങ്ങൾക്ക് കൃപ ലഭിച്ചിരുന്നില്ല, ഇന്ന് നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വളരെയധികം വ്യത്യാസമാണ്. ഒന്ന് വായിച്ചേ 1 പത്രോസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവന്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. ഒന്ന് വായിച്ചേ 1 പത്രോസ് 2:9-10. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഈ മുൻപ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരുന്നില്ല. നിങ്ങൾ ലോകത്തിന്റെ വക്രതയുടെയും ക്രൂക്കഡ് പെർവേഴ്സ് ജനറേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു, സ്വന്തം ജനമായിരിക്കുകയാണ്. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ദൈവത്തിന്റെ കരുണയും കൃപയും ദയയും ഒന്നും ലഭിച്ചില്ലായിരുന്നു. ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു വ്യത്യാസം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടേ? ആ വ്യത്യാസം വേണ്ടേ? യേശുവിനെ വേണ്ടേ? ജീവൻ വേണ്ടേ? നിത്യത വേണ്ടേ? Take a decision today. Hallelujah. Today is a day of change. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ താൽക്കാലികമായ സുഖങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിത്യതയെ അന്വേഷിക്കുക. രക്ഷകനായ യേശുവാണ് നിത്യജീവൻ. അവനെ അറിയുകയാണ്, പിതാവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിങ്ങൾ ഇന്ന് ഒരു തീരുമാനമെടുക്കുക. Take a decision for life. നിങ്ങൾ ഇന്ന് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. Take a decision for Christ Jesus.